എല്ലാവർക്കും നമസ്തേ. ഈ ചിത്രം നിങ്ങൾ ശ്രദ്ധിച്ചോ? കഴിഞ്ഞ ദിവസം മാതൃഭൂമി ദിനപത്രത്തിൽ 1-ാം പേജിൽ വന്ന ഒരു ചിത്രമാണിത്. അതായത് ഇന്ത്യയിലെ സിനിമ പ്രവർത്തകരുടെ എല്ലാം ഏറ്റവും വലിയ സ്വപ്നമായ ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് നേടിയ മോഹൻലാലിന് കേരള സർക്കാർ തിരുവനന്തപുരത്ത് ആദരിക്കുന്ന ഒരു ചടങ്ങ് സംഘടിപ്പിച്ചിരുന്നു. ആ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ, ആദരം ഏറ്റുവാങ്ങാൻ എത്തിയ മോഹൻലാൽ തനിക്ക് ഒരു സിനിമയിൽ കഥകളി നടനായി അഭിനയിച്ച സിനിമയിൽ അഭിനയിക്കുന്നതിനായി കഥകളി അഭ്യസിപ്പിച്ച കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ്റെ, കഥകളി ആചാര്യൻ ബാലസുബ്രഹ്മണ്യൻ്റെ പാദം തൊട്ട് നമസ്കരിക്കുന്ന ആ ഉദാത്തമായൊരു രംഗം, ആ ചിത്രമാണ് മാതൃഭൂമിയുടെ 1-ാം പേജിൽ ഇന്നലെ കൊടുത്തിരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, എത്ര ഉദാത്തമാണ് നമ്മുടെ ഈ ഭാരതീയ സംസ്കാരം. നമ്മൾക്ക് തന്നെ അറിയാം ഒരു ഗുരു എന്താണ്. ഇരുട്ടിൽ നിന്ന്, അതായത് അജ്ഞാനമാകുന്ന ഇരുട്ടിൽ നിന്ന് നമ്മളെ വെളിച്ചത്തിലേക്ക്, ജ്ഞാനത്തിൻ്റെ വെളിച്ചത്തിലേക്ക്, ജ്ഞാനമാകുന്ന വെളിച്ചത്തിലേക്ക് നമ്മെ നയിക്കുന്ന ആളാണ് ഗുരു. അതായത് അറിവില്ലായ്മയിൽ നിന്ന് നമ്മളെ അറിവിലേക്ക് കൈ പിടിച്ച് നടത്തുന്ന ആളാണ് ഗുരു. ആ ഗുരു നമുക്ക് മാതാവ്, പിതാവ്, ഗുരു, ദൈവം എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഗുരുർ ബ്രഹ്മ, ഗുരുർ വിഷ്ണു, ഗുരുദേവോ മഹേശ്വര, ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ. ആ ഒരു ഉദാത്തമായ ചിന്താധാര ഭാരതീയ സംസ്കൃതിയിൽ മാത്രമേ ഉള്ളൂ. ആ ഒരു പാരമ്പര്യം പിന്തുടർന്നുകൊണ്ട് മോഹൻലാൽ തൻ്റെ ഗുരുവിൻ്റെ പാദം തൊട്ട് വന്ദിക്കുന്നു. ഈ രംഗം കാണുമ്പോൾ മാസങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ നടന്ന ചില സംഭവ വികാസങ്ങളെ കുറിച്ചാണ് ഓർമ്മ വരുന്നത്. അതായത് ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ സർക്കാരും നമ്മുടെ സംസ്കാരത്തിനെതിരെ, ഈ ഒരു പാരമ്പര്യത്തിനെതിരെ നടത്തിയ വിഷയങ്ങൾ. അതായത് ചില സ്കൂളുകളിൽ, ഭാരതീയ പാരമ്പര്യം അനുസരിച്ച് പ്രവർത്തിക്കുന്ന സ്കൂളുകളിൽ ഗുരുപൂജാ ദിനത്തിൽ, ഗുരുപൂർണിമ ദിനത്തിൽ, അതായത് നമ്മുടെ വ്യാസ ഭഗവാന്റെ ജന്മദിനത്തിൽ സ്കൂളുകളിൽ ഗുരുക്കന്മാരുടെ പാദം കഴുകി കുട്ടികൾ വന്ദിക്കുന്ന ഒരു ചടങ്ങ് നടത്തി, ഗുരുപൂജ. ഇതിനെതിരെ ഈ കുറേ വൃത്തികെട്ട ചാനലുകൾ, അതായത് റിപ്പോർട്ടർ ഉൾപ്പെടെയുള്ള നമ്മുടെ ദേശവിരുദ്ധ ചാനലുകൾ, ഈ മീഡിയ വൺ, ഇതേപോലുള്ള ചാനലുകൾ ഇതിനെതിരെ ഭയങ്കരമായ തോതിൽ രീതിയിൽ പ്രചരണം നടത്തി. പിള്ളേരെ കൊണ്ട് കാല് പിടിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഉടനെ ഇത് കമ്മ്യൂണിസ്റ്റുകാർ ഏറ്റെടുത്തു. CPM എന്ന പാർട്ടിയും അവരുടെ സർക്കാരും ഇതിനെതിരെ നടപടികൾ തുടങ്ങി. നമുക്കൊരു മന്ത്രിയുണ്ട്, അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയാണ്. അദ്ദേഹത്തെക്കുറിച്ച് നമുക്കറിയാം. നിയമസഭയിൽ റൗഡിയെ പോലെ, ഗുണ്ടകളെ പോലെ മുണ്ടുമൊക്കെ മടക്കി കുത്തി മേശപ്പുറത്ത് കയറി, സ്പീക്കറിൻ്റെ മേശപ്പുറത്തും അവിടെ കയറി മൈക്ക് അടിച്ചു പൊളിക്കുകയും കസേര അടിച്ചു പൊളിക്കുകയൊക്കെ ചെയ്ത ഒരു അദ്ദേഹമാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി. അദ്ദേഹം ഉടനെ ഹാലിളക്കിക്കൊണ്ട് രംഗത്തെത്തി. CPMൻ്റെ നേതാക്കൾ രംഗത്തെത്തി. സർക്കാർ ഉണർന്ന് പ്രതികരിച്ചു. ഉടൻ ആ സ്കൂൾ അധികൃതർക്ക് എതിരെ പോലീസ് കേസ്, ക്രിമിനൽ കേസ് അങ്ങ് രജിസ്റ്റർ ചെയ്തു. കുട്ടികളെ കൊണ്ട് കാല് കഴിയിച്ചു, ഗുരുക്കന്മാരുടെ കാല് കഴിയിച്ചു. ഇതിവിടെ പാടില്ല, ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകൾ ഭരിക്കുമ്പോൾ ഇവിടെ ഭാരതീയ സംസ്കാരം അനുസരിച്ച് ജീവിക്കാൻ കഴിയുകയില്ല എന്നുള്ള ആ നിലപാട് എടുത്തുകൊണ്ട് അധികൃതർക്കെതിരെ കേസെടുത്തു.
ഈ സർക്കാരും ഈ സർക്കാരിൻ്റെ നേതൃത്വം നൽകുന്ന ആ പാർട്ടിയുടെ നേതാക്കളും പങ്കെടുത്ത ചടങ്ങിൽ വെച്ചാണ് മോഹൻലാൽ തൻ്റെ ഗുരുവിൻ്റെ പാദം, തന്നെ കഥകളി അഭ്യസിപ്പിച്ച ഗുരുവിൻ്റെ പാദം മുട്ടുകാലിലിരുന്ന് പാദം തൊട്ട് തൊഴുതത്. സത്യത്തിൽ സർക്കാരിന് എൻ്റെ മുഖത്തേറ്റ ഒരു കനത്ത അടി തന്നെയാണ് മോഹൻലാലിൻ്റെ ഈ നടപടികളിൽ കൂടി നമ്മൾ കാണുന്നത്. ഗുരുവിൻ്റെ പാദം തൊട്ട് തൊഴുന്നതിന് എതിരായിട്ട് പോലീസ് കേസ് എടുത്ത ഈ സർക്കാർ മോഹൻലാലിനും കഥകളി ആചാര്യൻ കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യനുമെതിരെ കേസെടുക്കുന്നു. മിക്കവാറും അവര് എടുത്തേക്കാം. കാരണം അവര് ഭാരതീയ പാരമ്പര്യത്തിന്, ഭാരതീയ സംസ്കാരത്തിനെതിരായതുകൊണ്ട് അത് പിന്തുടരുന്നവർക്ക് എതിരെ നടപടിയെടുക്കുക എന്നുള്ളതാണ്. ജനങ്ങൾ ഈ പാരമ്പര്യം പിന്തുടരുന്നതിൽ നിന്നും അവരെ പിന്തിരിപ്പിക്കുക എന്നുള്ളതാണ് ഈ സർക്കാരിൻ്റെ ലക്ഷ്യം. അവർ കേസെടുക്കുമായിരിക്കും, അത് പുറത്തു വരുന്നില്ല എന്ന് ഉള്ളൂ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ഹിന്ദു സമൂഹം അല്ലെങ്കിൽ ഈ ഭാരതീയ സംസ്കാരത്തിൽ വിശ്വസിക്കുന്നവർ മനസ്സിലാക്കേണ്ട കാര്യം, ഇത്രയും ഉദാത്തമായ ഒരു ചടങ്ങ് ഈ ലോകത്തൊരിടത്തുമില്ല. ഇത്രയും സംസ്കാര സമ്പന്നമായ ഒരു ചടങ്ങ് നമ്മളെ അറിവില്ലായ്മയിൽ നിന്ന് അറിവിലേക്ക് നയിക്കുന്ന ആ ഒരു വ്യക്തി, ഗുരു എന്ന് നമ്മൾ വിളിക്കുന്ന ആ ഒരു വ്യക്തിത്വമല്ലത്. നമ്മളത് ദൈവത്തിന് തുല്യമായിട്ട് കരുതുന്ന, ദൈവത്തിൻ്റെ പാദം തൊട്ട് നമസ്കരിക്കുന്നതിന് തുല്യമായിട്ടാണ് നമ്മൾ ഇക്കാര്യം ചെയ്യുന്നത്. ദൈവവും ഗുരു കഴിഞ്ഞേ ഉള്ളൂ ദൈവം. അമ്മ, അച്ഛൻ, ഗുരു, ദൈവം. അങ്ങനെയുള്ള ദൈവത്തിനും മുകളിൽ നിൽക്കുന്ന ഒരു മഹത് വ്യക്തിത്വത്തിൻ്റെ കാല് തൊട്ട് തൊഴുന്നതിന്, അല്ലെ അദ്ദേഹത്തിനെ പൂജിക്കുന്നതിന് എതിരെ നിൽക്കുന്ന ആ ഒരു ഇടുങ്ങിയ തത്വശാസ്ത്രം എത്രമാത്രം സമൂഹത്തിനെ പിന്നോട്ടാണ് കൊണ്ടുപോകുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. എന്നിട്ട് കൂടി ഇത്തരക്കാരെ പിന്തുണയ്ക്കുന്ന ജനങ്ങളുടെ കാര്യം കഷ്ടം എന്നല്ലേ പറയാൻ കഴിയൂ നമുക്ക്. അവരെ നമ്മൾ എന്താണ് വിളിക്കേണ്ടത്? അതേപോലെ തന്നെ രസകരമായിട്ടുള്ള കാര്യം, മാതൃഭൂമി പത്രം മോഹൻലാൽ മുട്ടുകാലിൽ നിന്ന് ഗുരുവിൻ്റെ പാദം തൊട്ട് തൊഴുന്ന ചിത്രം മുൻ പേജിൽ തന്നെ കൊടുത്തപ്പോൾ നമ്മളെല്ലാം പറയും കേരളത്തിലെ ഏറ്റവും കൂടുതൽ പ്രചാരമുള്ള പത്രമാണെന്ന് പറയും. അവരെല്ലാവരെയും ഒരേപോലെ കാണുന്ന പത്രമാണെന്ന് പറയുന്ന ഒരു പത്രമുണ്ട്, മനോരമ. മനോരമ പത്രത്തിൽ കൊടുത്ത ചിത്രം എന്താണ്? മോഹൻലാലിനെ കുറിച്ച് പ്രശംസിച്ചുകൊണ്ടുള്ള ഒരു കഥകളി അവതരിപ്പിക്കുന്നതായിട്ട് ഈ ബാലസുബ്രഹ്മണ്യം അദ്ദേഹം മോഹൻലാലിനെ പ്രകീർത്തിച്ചുകൊണ്ട് അനുമോദിച്ചുകൊണ്ടൊരു കഥകളി അവതരിപ്പിക്കുന്നു. ഇത് തമ്മിലുള്ള അന്തരമൊന്ന് മനസ്സിലാക്കുക. ഈ ഉദാത്തമായ ആ ഒരു കാര്യം ജനങ്ങളുടെ മുന്നിൽ എത്തിക്കേണ്ട കടമ നിർവഹിക്കുന്നതിന് പകരം മനോരമ ഇതിനെ തമസ്കരിക്കാനാണ് ശ്രമിച്ചത്. ജനങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെയൊരു ചിന്ത, ഗുരുവിൻ്റെ പാദം തൊട്ട് തൊഴുന്നത് വളരെ മഹത്തരമായ കാര്യം ആണ് എന്നുള്ളത് കൂടുതൽ ജനങ്ങളിൽ എത്താതിരിക്കാൻ വേണ്ടിയാണ് മനോരമ ശ്രദ്ധിച്ചത്. എന്തായാലും ഞാൻ ഈ കഴിഞ്ഞ 1-ാം തീയതി മുതൽ മനോരമ നിർത്തി മാതൃഭൂമിയിലേക്ക് തിരിച്ച് എൻ്റെ വീട്ടിൽ എത്തിച്ചു. ഇത് വർഷങ്ങൾക്ക് മുമ്പ് മീശ എന്ന ഒരു നോവൽ പ്രസിദ്ധീകരിച്ചുകൊണ്ട് മാതൃഭൂമി നായർ സമുദായത്തിനെ അവഹേളിക്കുന്ന തരത്തിൽ ഒരു നടപടി സ്വീകരിച്ചപ്പോൾ ആ നോവൽ നായർ സമുദായത്തിനെ മോശമായി ചിത്രീകരിക്കുന്ന ലക്ഷ്യത്തോടുകൂടി എഴുതിയൊരു നോവൽ അത് മാതൃഭൂമി പ്രസിദ്ധീകരിച്ചപ്പോൾ
അതിൽ പ്രതിഷേധിച്ച് ഞാൻ മാതൃഭൂമി എൻ്റെ വീടിൻ്റെ പടി ഇറക്കി വിട്ടതാണ്. എൻ്റെ ചെറുപ്പത്തിൽ തൊട്ട്, ഞാൻ ഓർമ്മയുള്ള കാലം തൊട്ട് എൻ്റെ വീട്ടിൽ കണ്ടുകൊണ്ടിരുന്ന പത്രമായിരുന്നു മാതൃഭൂമി. എൻ്റെ അച്ഛൻ്റെ കാലം തൊട്ട് വരുത്തിക്കൊണ്ടിരുന്നതാണ്. അങ്ങനെ ഉള്ള ഒരു പത്രത്തിനെ ഞാൻ പടിയിറക്കി വിട്ടെങ്കിൽ വീണ്ടും ഈ ഒക്ടോബർ 1-ാം തീയതി മുതൽ മാതൃഭൂമിയെ വീണ്ടും ഞാൻ തിരിച്ചെൻ്റെ വീട്ടിൻ്റെ പടി കയറാൻ അനുവദിച്ചതിൽ ഇപ്പോൾ എനിക്ക് സന്തോഷം തോന്നുന്നുണ്ട്. കാരണം മനോരമ എന്നുള്ളത്, നമ്മൾ പറയും, ചില മരുന്നുകളെക്കുറിച്ച് പറയും, ചില വിഷങ്ങളെക്കുറിച്ച് പറയും, ഇത് സൈലന്റ് കില്ലറാണ് എന്ന് പറയും. ഇതേ രീതിയിലുള്ള ഒരു വിഷമാണ് മലയാള മനോരമ ദിനപത്രം. നമ്മുടെ സംസ്കാരത്തെ, ഹൈന്ദവ സംസ്കാരത്തെ നിശബ്ദമായി കൊല്ലുന്ന ഒരു നടപടിയാണ് മനോരമ പത്രം സ്വീകരിച്ചിരിക്കുന്നത്. ഇതേപോലെ ഹിന്ദു സമൂഹം മനസ്സിലാക്കേണ്ട കാര്യങ്ങളെ തമസ്കരിക്കുക, അതിനെ പാർശ്വവൽക്കരിച്ച് അതിനെ അപ്രസക്തമാക്കിക്കൊണ്ടുള്ള തരത്തിലുള്ള നിലപാടുകളാണ് മനോരമ സ്വീകരിക്കുന്നത്. ഇത് മനോരമ ഞാൻ നിർത്താൻ കാരണം, വീണ്ടും മാതൃഭൂമിയിലേക്ക് തിരിച്ചു വരാൻ കാരണവും ഇത് തന്നെയാണ്. നമ്മുടെ വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവമാണ്. നമ്മളെല്ലാം അറിയാവുന്നതാണ്. കഴിഞ്ഞ മാസം 20-ാം തീയതി സർക്കാർ പമ്പയിൽ അയ്യപ്പ സംഗമം നടത്തി. അതിൻ്റെ വാർത്തകൾ ഈ പ്രധാന പേജ്, കേരളം മൊത്തം, ഇന്ത്യ മൊത്തം പോകുന്ന, ഇവർക്ക് എവിടെയൊക്കെ ഇവരുടെ പത്രം പോകുന്നു അവിടെയെല്ലാം എത്തുന്ന രീതിയിലുള്ള വർത്തമാനം പേജിൽ അയ്യപ്പ സംഗമത്തെക്കുറിച്ച് ആ പേജ് പൂർണ്ണമായിട്ട് കൊടുക്കുകയും പ്രാദേശിക പേജിലും ഇതിൻ്റെ വാർത്ത വളരെ പ്രാധാന്യത്തോട് കൊടുത്തപ്പോൾ 10,000 കണക്കിന് ആൾക്കാർ കൂടിയ വിശ്വാസി സംഗമത്തിൻ്റെ വാർത്ത ഇവർ വളരെ ചുരുക്കി പ്രാദേശിക പേജിൽ മാത്രം, അതായത് പത്തനംതിട്ട ജില്ലയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന തരത്തിൽ അവർ പ്രാദേശിക പേജിലാണ് വാർത്ത പ്രസിദ്ധീകരിച്ചത്. അതിലൊരു ചിത്രം പോലും ഈ വർത്തമാനം പേജിൽ കൊടുക്കാൻ അവർ തയ്യാറായില്ല. ഫ്രണ്ട് പേജിൽ ചെറിയൊരു വാർത്ത കൊടുത്തു എന്നുള്ളതല്ലാതെ, 1-ാം പേജിൽ ചെറിയൊരു വാർത്ത കൊടുത്തു എന്നുള്ളതല്ലാതെ, ചിത്രവും വാർത്തയും കൊടുത്തു എന്നുള്ളതല്ലാതെ അതിൽ കൂടുതൽ അവർ പ്രാധാന്യം നൽകിയിരുന്നില്ല. അതിൽ നിന്ന് തന്നെ ഞാൻ മനസ്സിലാക്കി മനോരമയെ ഇനി എൻ്റെ വീട്ടിൽ കയറ്റാൻ പാടില്ല എന്ന്. അങ്ങനെയാണ് ഞാൻ മാതൃഭൂമിയെ തിരിച്ച് എൻ്റെ വീട്ടിൽ എത്തിക്കുന്നത്. അതിലിപ്പോൾ എനിക്ക് സന്തോഷം തോന്നുന്നു. കാരണം ഇതേപോലുള്ള കാര്യങ്ങൾ, ഇതേപോലുള്ള നമ്മുടെ സംസ്കാരത്തിൻ്റെ ആ സമ്പന്നത ജനങ്ങളുടെ ഓർമ്മയിൽ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി, കാരണം CPM വന്ന്, സർക്കാരും CPM വന്ന് ഇതിനെതിരെ പോലീസ് നടപടി എടുത്ത് ജനങ്ങളെ ഭയപ്പെടുത്തി ഇത്തരം ആചാരങ്ങൾ പിന്തുടരുന്നതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ആ ഘട്ടത്തിലും ആ സാഹചര്യത്തിലുമാണ് മാതൃഭൂമി ഇങ്ങനെ ഒരു ചിത്രം കൊടുത്ത് ആ സംസ്കാരത്തിൻ്റെ ആ ഒരു മഹത്വം ജനങ്ങളിലെത്തിക്കാൻ ശ്രമിച്ചത് എന്നുള്ളത് വളരെയേറെ സന്തോഷം നൽകുന്ന കാര്യമാണ്. ഇതാണ് നമ്മുടെ ഭാരത പാരമ്പര്യം. ഇതാണ് നമ്മൾ പിന്തുടരേണ്ട പാരമ്പര്യം. നമ്മുടെ കുട്ടികൾ അവരുടെ ഗുരുക്കന്മാരുടെ പാദം തൊട്ട് തൊഴുന്നതിന് നമ്മൾക്ക് സന്തോഷം ആണുള്ളത്, എതിർപ്പില്ല എന്നുണ്ടെങ്കിൽ ഈ സർക്കാർ അല്ലെ CPM എന്ന് പറയുന്ന പാർട്ടിയോ ഇതിനെ എതിർത്ത് ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ മുൻകാലങ്ങളിൽ നമ്മൾ ചെയ്തതിനെക്കാട്ടിൽ കൂടുതൽ ശക്തിയോടെയും കൂടുതൽ പ്രാധാന്യത്തോടെയും ഈ ചടങ്ങുകൾ നമ്മളുടെ കുട്ടികളെ കൊണ്ട് ഈ വരും വർഷങ്ങളിൽ നമ്മൾ ചെയ്യിക്കണം ഈ ഒരു ചിത്രം നമ്മൾക്ക് പറഞ്ഞു തരുന്ന സന്ദേശം. അതാണ് ഈ മാതൃഭൂമി പത്രത്തിൽ വന്ന ഈ ചിത്രത്തിൽ നിന്ന് നമ്മൾക്ക് ലഭിക്കുന്ന സന്ദേശം എന്ന് നിങ്ങളെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. ഈ ചാനൽ നിങ്ങൾക്കിഷ്ടമായെങ്കിലും പുതിയ വീഡിയോകൾ ലഭിക്കുന്നതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
തുടർന്ന് വരുന്ന ബെൽ ബട്ടണുകളിലും അമർത്തുക.